ഇന്ന് നോമ്പിന്റെ 23-ാം ദിവസം. കേരളത്തിൽ ആദ്യമായി ജാതി വിവേചനത്തിനെതിരെയുള്ള മുന്നേറ്റമായ വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ചത്. അതിനും വളരെ മുൻപ് തന്നെ 1827 പൂനെയിൽ ജനിച്ച ജ്യോതിറാവ് ഫൂലെ ജാതി വിവേചനത്തിനെതിരെ ആദ്യമായി ഇന്ത്യയിൽ ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായി. വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചത്. ജാതി വിവേചനത്തിന്റെ ക്രൂരത സ്വയം നേരിട്ട വ്യക്തിയാണ് ഫൂലെ. സമൂഹത്തിൽ ശബ്ദിക്കാൻ കഴിയാതിരുന്ന സ്ത്രീകളും വിധവകളും പിന്നോക്കക്കാർക്കും വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. ഒത്തിരി അപമാനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും എല്ലാം സഹിച്ച് അദ്ദേഹവും ഭാര്യ സാവിത്രിബായ് ഫൂലെയും വരും തലമുറക്കായി ഒരു നല്ല ജീവിതം ഒരുക്കുകയാണ് ചെയ്തത്. ഫരിസിയരും പ്രമാണികളും ജനങ്ങളെ അന്യായമായ നിയമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അവർക്കെതിരെ ശബ്ദിക്കാൻ ജനങ്ങൾ ഭയപ്പെട്ടു. അടിച്ചമർത്തപ്പെട്ടവർക്കും പാവങ്ങൾക്കും വേണ്ടി യേശു ശബ്ദമുയർത്തി. ആ ചുമടുപേക്ഷിച്ച് തന്നെ അനുഗമിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെട്ടത്.